ചാക്കോ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വരെ കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച പീഡന വിവാദങ്ങൾ. കേരള രാഷ്ട്രീയത്തിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഉയർന്ന സദാചാര പീഡന ആരോപണങ്ങളിൽ വിധേയരായ രാഷ്ട്രീയ നേതാക്കളുടെ എണ്ണം കുറവല്ല. കഴിഞ്ഞ 70 വർഷത്തിനുള്ളിൽ നിരവധി ആരോപണങ്ങൾ വിവിധ നേതാക്കൾക്കെതിരെ ഉയർന്നിട്ടുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ആരോപണം ഉയർന്നത് കേരള രാഷ്ട്രീയത്തിലെ അതികായനായിരുന്ന PT ചാക്കോയ്ക്കെതിരെയായിരുന്നു. 1963 സംഭവമുണ്ടായത്. സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ എക്കാലത്തെയും തലയെടുപ്പുള്ള നേതാവായിരുന്നു PT ചാക്കോ. 34-ാമത്തെ വയസ്സിൽ ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സമിതിയിൽ അംഗമായി ദേശീയ രാഷ്ട്രീയത്തിലടക്കം കുതിച്ചുയർന്ന നേതാവായിരുന്നു ചാക്കോ. കേരളം രൂപീകരിച്ച ശേഷം നിലവിൽ വന്ന ആദ്യ കേരള നിയമസഭയുടെ പ്രതിപക്ഷ നേതാവും പിന്നീട് ആഭ്യന്തരമന്ത്രിയുമായ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കരിനിഴൽ വീഴ്ത്തിയത് ഒരു സ്ത്രീയെ കാറിൽ കയറ്റി കൊണ്ടുപോയെന്ന പേരിലുണ്ടായ വിവാദമാണ്. മന്ത്രി ഓടിച്ച കാർ ഒരു ഉന്തുവണ്ടിയിൽ തട്ടി 3 പേർക്ക് പരിക്കേറ്റു. ചാക്കോ കാർ നിർത്താതെ ഓടിച്ചുപോയി. വാഹനത്തിൽ ചാക്കോയുടെ കൂടെ ഉണ്ടായിരുന്നത് നെറ്റിയിൽ പൊട്ടുതൊട്ടൊരു സ്ത്രീയായിരുന്നുവെന്നും അത് അദ്ദേഹത്തിന്റെ ഭാര്യയല്ല എന്നുമുള്ള വാർത്ത സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിച്ചു. കൊച്ചിയിലുള്ള ഒരു കോൺഗ്രസ് പ്രവർത്തക പത്മം S. മേനോനാണ് തന്റെ കാറിൽ ഉണ്ടായിരുന്നതെന്നാണ് ചാക്കോ അവകാശപ്പെട്ടത്. പത്മവും പത്രക്കാരോട് അങ്ങനെ തന്നെയാണ് അന്ന് പറഞ്ഞത്. പിൽക്കാലത്ത് താനല്ല ആ വണ്ടിയിൽ ഉണ്ടായിരുന്നതെന്നും മറ്റൊരു സ്ത്രീയായിരുന്നുവെന്നും പത്മം വെളിപ്പെടുത്തി. എന്തായാലും സംഭവം കാരണം ചാക്കോയ്ക്ക് ആഭ്യന്തരമന്ത്രി സ്ഥാനം നഷ്ടമായി. ഇതിനുശേഷം കേരള രാഷ്ട്രീയത്തിൽ 1990കളുടെ ആദ്യ പകുതി വരെ ഇത്തരം സംഭവ വികാസങ്ങളൊന്നും ഉണ്ടാകാതെ കടന്നുപോയി. എന്നാൽ കേരളത്തെ ഞെട്ടിച്ച സൂര്യനെല്ലി കേസ് പുറത്തു വന്നതോടെ വീണ്ടും ഒരു ശക്തനായ കോൺഗ്രസ് നേതാവ് പ്രതിസ്ഥാനത്ത് വന്നു. ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥിനി തന്നെ പീഡിപ്പിച്ചവരുടെ കൂട്ടത്തിൽ ബാജി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആളിനെ ഒരു പ്രസിദ്ധീകരണത്തിലെ പടം കണ്ട് തിരിച്ചറിഞ്ഞു. അന്ന് ആരോപണ വിധേയനായ കോൺഗ്രസ് നേതാവും MP-യും കേന്ദ്രമന്ത്രിയുമായ PJ കുര്യനായിരുന്നു. അത് പോലീസ് അന്വേഷണത്തിൽ. എന്നാൽ കുര്യനെ ഒഴിവാക്കി. ഇതിന് തൊട്ടു പിന്നാലെ കേരളത്തെ ഇളക്കിമറിച്ച് ഐസ്ക്രീം പെൺവാണിഭ കേസ് ഉയർന്നു വന്നു. അതിൽ പ്രതിസ്ഥാനത്ത് മുസ്ലിം ലീഗ് നേതാവായ PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണ് അതിനു മുമ്പ് നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസ് ഉയർന്നു വന്നതെങ്കിലും അത് കെട്ടടങ്ങി. പിന്നെ 2000-ലെ ആന്റണി സർക്കാരിന്റെ കാലത്ത് ഐസ്ക്രീം കേസിൽ ഇരയായ പെൺകുട്ടികളിൽ ഒരാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംഭവം വെളിപ്പെടുത്തിയതിനെ തുടർന്ന് വിഷയം വീണ്ടും കത്തിപ്പടർന്നു. ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. പിന്നീട് നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം KT ജലീലിനോട് തോൽക്കുകയും ചെയ്തു. 3ാം EK നയനാർ സർക്കാരിന്റെ കാലത്താണ് ഇടതുപക്ഷത്തിനെതിരെ സ്ത്രീപീഡന ആരോപണം ഉയർന്നത്. മന്ത്രിയായിരുന്ന ഡോക്ടർ A. നീലലോഹിതദാസൻ നാടാർക്കെതിരെ IAS ഉദ്യോഗസ്ഥയും IFS ഉദ്യോഗസ്ഥയുമാണ് പരാതി പറഞ്ഞത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു. പിന്നീട് കോടതി ഈ കേസുകളിൽ അദ്ദേഹത്തെ ശിക്ഷിച്ചു. ഉമ്മൻചാണ്ടിക്കെതിരെ 2 തവണ സദാചാര ആരോപണങ്ങൾ ഉയർന്നു. ഒരു സ്ത്രീയുമായി അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്തു എന്നായിരുന്നു ആദ്യ ആരോപണം. എന്നാൽ അത് താനായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ഭാര്യ വെളിപ്പെടുത്തിയതോടെ അത് അവസാനിച്ചു. സോളാർ വിവാദ കാലത്ത് നിരവധി കോൺഗ്രസ് നേതാക്കൾക്കെതിരെയാണ് ആരോപണം ഉയർന്നത്. ഉമ്മൻചാണ്ടി, KC വേണുഗോപാൽ, ഹൈബി ഈഡൻ, AP അനിൽകുമാർ, അടൂർ പ്രകാശ്, CPM വിട്ട് കോൺഗ്രസിലും പിന്നീട് BJPയിലും പോയ AP അബ്ദുള്ളക്കുട്ടി എന്നിവർക്കെതിരെയാണ് സോളാർ കേസിലെ പ്രതി ആരോപണം ഉന്നയിച്ചത്. ഇതിൽ നടന്ന അന്വേഷണത്തിനൊടുവിൽ എല്ലാവരെയും കുറ്റവിമുക്തരാക്കി. VS അച്യുതാനന്ദൻ സർക്കാർ ഭരിക്കുന്ന കാലത്ത് ആരോപണ വിധേയനായത് മന്ത്രിയായിരുന്ന PJ ജോസഫാണ്. വിമാനത്തിൽ വെച്ച് നടന്ന സംഭവത്തിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. പിന്നീട് കുറ്റവിമുക്തനായി. മഞ്ചേരിയിൽ വെച്ച് ഒരു സ്ത്രീക്കൊപ്പം വീട്ടിലുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താനെയും അനാശാസ്യം ആരോപിച്ച് കേസെടുത്തു. പിന്നീട് കോടതി കേസ് റദ്ദാക്കി. പിണറായി വിജയൻ 1ാം സർക്കാരിന്റെ കാലത്ത് ഒരു ചാനലൊരുക്കിയ ഫോൺ കെണിയിൽപ്പെട്ട് മന്ത്രി AK ശശീന്ദ്രന് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം കുറ്റവിമുക്തനായി തിരിച്ചെത്തി. ഷൊർണൂരിൽ നിന്നുള്ള CPMൽ MLA ആയിരുന്ന PK ശശിക്കെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ആരോപണം ഉയർന്നിരുന്നു. പിന്നീട് പാർട്ടി തലത്തിൽ ശശിക്കെതിരെ നടപടി വന്നു. എല്ലാ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കി. ഇതുപോലെ തന്നെ നിലവിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കെതിരെയും എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന ഗോപി കോട്ടമുറയ്ക്കലിനെതിരെയും ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതിലും ഇരുവർക്കുമെതിരെ പാർട്ടി നടപടികൾ ഉണ്ടായി. സ്വർണ്ണക്കടത്ത് വിവാദത്തിൽ പ്രതിയായ സ്വപ്ന സുരേഷ് അന്ന് സ്പീക്കറായിരുന്ന P ശ്രീരാമകൃഷ്ണനെതിരെ ആരോപണം ഉന്നയിച്ചു. ഇതിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ശ്രീരാമകൃഷ്ണൻ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. നിലവിൽ ഹൂ KS വിവാദം കത്തിപ്പടരുമ്പോൾ കോൺഗ്രസിലെ 2 MLA-മാർ സ്ത്രീപീഡന കേസിൽ പ്രതികളാണ്. കോവളം MLA ആയ M. വിൻസെന്റ് ആണ് ഒരാൾ. ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുകയും ചെയ്തു. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയാണ് 2ാമത്തെ നേതാവ്. അദ്ദേഹവും ജാമ്യത്തിലാണ്. ഇതിനൊടുവിലാണ് പേര് പറയാത്ത ആരോപണ വിധേയനായ ഹൂ KS ഉയർന്നു വന്നത്. വിവാദങ്ങളുടെ ഒടുവിൽ പാലക്കാട് MLA-യും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു. രാഷ്ട്രീയത്തിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉയർത്തിയ യുവനേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം കുഴിച്ച കുഴിയിലാണ് വീണിരിക്കുന്നത്. വലിയൊരു രാഷ്ട്രീയ കരിയർ മുന്നിലുണ്ടായിരുന്ന രാഹുലിന്റെ കാര്യത്തിൽ ഇനി എന്ത് എന്നത് ചോദ്യചിഹ്നമാണ്.